ഒമാനിലുള്ള UAE-ക്കാർ ജാഗ്രത പാലിക്കണം. ഒമാനിലെ പല ഭാഗങ്ങളിലും ന്യൂനമർദ്ദം മൂലം കനത്ത മഴയും ആലിപ്പഴവർഷവും ശക്തമായ കാറ്റും ഉണ്ടാകും എന്നതിനാൽ മസ്കറ്റിലെ UAE എംബസി പൗരന്മാരോടും യാത്രക്കാരോടും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു. ഔദ്യോഗിക സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അധികൃതർ ഊന്നി പറയുന്നുണ്ട്. UAE-യിലും ഇന്ന് ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാധ്യതയുള്ള ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് മുൻകരുതൽ നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയം, ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, മറ്റ് പ്രധാന അധികാരികൾ എന്നിവരുമായി നടത്തിയ ഏകോപന യോഗത്തിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ അവലോകനം ചെയ്യുകയും വരും ദിവസങ്ങളിലെ പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. രാജ്യത്തുടനീളം മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കാനും ജാഗ്രതയോടെ വാഹനമോടിക്കാനും ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും അധികൃതർ താമസക്കാരോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ആവേശമില്ല, ഊഹാപോഹങ്ങളില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. യുദ്ധം അവസാനിപ്പിക്കുമെന്ന സൂചന നൽകി അമേരിക്ക. മിഡിൽ ഈസ്റ്റിലെ സൈനിക നടപടികൾ തങ്ങൾ അവസാനിപ്പിച്ചേക്കാം എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധങ്ങൾ നീക്കാൻ ആലോചിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. യുദ്ധത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അമേരിക്ക തയ്യാറാണെന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ഇറാനിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും US കോൺഗ്രസിൽ നിന്ന് $200 ബില്യൺ കൂടി ട്രംപ് അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ നിലപാട് എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സംഘർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന ഏതൊരു സംരംഭവും പരിഗണിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും യുദ്ധം രാജ്യത്തിൻ്റെ മേൽ ഏർപ്പെടുത്തിയ ഒന്നാണെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്നി അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ചില രാജ്യങ്ങൾ പരിഹാരങ്ങൾ തേടുന്നുണ്ടെങ്കിലും അമേരിക്ക ആക്രമണം നിർത്താൻ തയ്യാറാണെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് പിന്തുണ ആവർത്തിച്ച് റഷ്യ. മോസ്കോ ടെഹ്റാന്റെ വിശ്വസ്ത സുഹൃത്തും പങ്കാളിയുമായി തുടരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. ഇറാൻ ജനത കഠിനമായ പരീക്ഷണങ്ങളെ അന്തസ്സോടെ മറികടക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. ഇറാനെതിരായി US-ഉം ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിനെ മുഴുവനും അശാന്തിയിലേക്ക് തള്ളിവിട്ടതായും ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായതായും പുടിൻ ആരോപിച്ചു. ഇന്ത്യയിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും. ഇന്ന് ഗൾഫ് മേഖലയിലേക്കും തിരിച്ചും ആകെ 42 സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തതായി എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യക്കും ജിദ്ദയ്ക്കുമിടയിൽ ആകെ 16 വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ന് ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കും ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ തുടരും. കൊച്ചി, കോഴിക്കോട്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഉൾപ്പെടെ മസ്കറ്റിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് 8 സർവീസുകളാണ് ഇന്ന് നടത്തുന്നത്. ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾക്ക് പുറമെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും UAE-യിലേക്കും തിരിച്ചും ആകെ 26 ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ സർവീസ് നടത്തും. ഇത് സ്ലോട്ടുകളുടെ ലഭ്യതയ്ക്കും ആ സമയത്ത് പുറപ്പെടുന്ന സ്റ്റേഷനുകളിലെ മറ്റ് വ്യവസ്ഥകൾക്കും വിധേയമാണെന്നാണ് എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചത്. യുദ്ധം 22-ാം ദിവസം അടിച്ചും തിരിച്ചടിച്ചും ഇറാനും ഇസ്രയേലും. അമേരിക്കയും. ഇറാന്റെ നദാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ ഇന്ന് US-ഇസ്രായേൽ ആക്രമണം നടന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ സമുച്ചയത്തിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ താമസക്കാർ അപകട ഭീഷണി നേരിടുന്നില്ലെന്നുമാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള US ആക്രമണങ്ങൾക്ക് തങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ ബ്രിട്ടൻ അംഗീകാരം നൽകിയത് അമേരിക്കയ്ക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇറാനും ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയയിലുള്ള US-UK സംയുക്ത സൈനിക താവളത്തിലേക്ക് ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിയൻ പ്രദേശത്ത് നിന്ന് 4000 കിലോമീറ്ററോളം അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് വിക്ഷേപിച്ച 2 മിസൈലുകളും നശിപ്പിക്കാനായെങ്കിലും മുമ്പ് കരുതിയതിനേക്കാൾ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാനിൽ ഉണ്ടെന്നാണ് ഈ വിക്ഷേപണം സൂചിപ്പിക്കുന്നത്. യുദ്ധ പശ്ചാത്തലത്തിലും ഇറാനിൽ ഈദ് ആഘോഷം. റംസാൻ വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്നാണ് ഇറാനിൽ ഈദ് ആരംഭിച്ചത്. ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ഇന്ന് ഈദ് ഉൽ ഫിത്തർ നമസ്കാരത്തിൽ അണിചേർന്നത്. ഇന്ന് പുലർച്ചെ ആക്രമണഭീതി മറന്നാണ് മധ്യ ടെഹ്റാനിലെ ഇമാം ഖൊമൈനി ഗ്രാൻഡ് പള്ളിയിൽ ആയിരങ്ങൾ പ്രാർത്ഥനയിൽ അണിനിരന്നത്. സൗദി അറേബ്യയിൽ ഇറാൻ ആക്രമണം തുടരുന്നു. ഇന്ന് രാവിലെ തങ്ങളുടെ സായുധ സേന നിരവധി ഡ്രോണുകളാണ് വെടിവെച്ച് വീഴ്ത്തിയതെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
രാജ്യത്തിൻ്റെ പ്രധാന എണ്ണപ്പാടങ്ങളും ശുദ്ധീകരണശാലകളും സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ പ്രവിശ്യകളിലാണ് ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതുവരെ സൗദി അറേബ്യയെ ലക്ഷ്യമിട്ട് മൊത്തം 575 ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.